കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ കൊണ്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ടൊന്ന്. അപ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഊറി ഇറങ്ങുന്നതേ ഉള്ളൂ, ചെറിയ തിള വന്നതേ ഉള്ളൂ. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അപ്പോൾ അത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ചെറിയ ടീസ്പൂണിൽ ചേർത്താൽ മതിയാകും, അത് ചേർത്ത് കൊടുക്കുക. മീതയായിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഉലുവ ഇതുപോലെ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ വലിയ സ്പൂണൊന്നും ഇട്ട് പൊടിച്ച് കളയിൽ ചെറിയ സ്പൂൺ തന്നെ എടുക്കുക. ഇതുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിലൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഞാനിതുപോലെ പകുതിയിലാക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് എണ്ണയൊക്കെ ഇത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഇത് നമുക്ക് കുറച്ച്